ഹായ് സുഹൃത്തുക്കളെ, വിവിധ ദേവസ്വം ബോർഡുകളിലായിട്ട് 37 തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം സെപ്റ്റംബർ 1-ാം തീയതി വന്നിട്ടുണ്ട്. അപ്പൊ ഈ മാസം അവസാനം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു ചാൻസ് ആണ്. LD ക്ലർക്ക് പോലുള്ള പരീക്ഷകൾക്ക് 100-ലേറെ വേക്കൻസികളാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ KDRB-യുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻസ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്കിപ്പോൾ 1 ഡേ രജിസ്ട്രേഷൻ നടത്തി ഓൾറെഡി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ പുതുതായിട്ട് നടത്തിയിട്ടും നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ 37 പോസ്റ്റുകളുടെ വിശദാംശങ്ങൾ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കുക. എന്തൊക്കെയാണ് ആ വിജ്ഞാപനം, അതുപോലെ തന്നെ അതിൽ എത്ര വേക്കൻസികളുണ്ട്, എന്താണ് അതിന്റെ യോഗ്യതകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഗുരുവായൂർ, അതുപോലെ ട്രാവൻകൂർ, കൊച്ചിൻ, കൂടൽമാണിക്യം ഇങ്ങനെയുള്ള 4 ദേവസ്വങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ തന്നെയും ഈ പറഞ്ഞ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്. ഇവിടെ കാണുന്ന പോലെ കാറ്റഗറി നമ്പർ 039 LD ക്ലർക്ക് 100-ലേറെ വേക്കൻസികളുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതുപോലെ 40 പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ്, 41 സ്ട്രോങ് റൂം ഗാർഡ്, 42 AE സിവില്, അസിസ്റ്റന്റ് ലോ ഓഫീസർ, ലൈബ്രറിയൻ, അസിസ്റ്റന്റ് പ്രസ് മാനേജർ എന്നിങ്ങനെ കുറെ അധികം ആ പോസ്റ്റുകളിലേക്ക് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവില്, വാച്ച്മാന്, അസിസ്റ്റന്റ് ലൈബ്രറിയൻ തുടങ്ങിയ തസ്തികകളിലേക്ക് വന്നിട്ടുണ്ട്. PGT ഫിസിക്സ്, PGT ബയോളജി തുടങ്ങിയ തസ്തികകളുണ്ട്. ദെൻ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കും ക്ലർക്ക്, ജൂനിയർ ദേവസ്വം, ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻസ് വ്യത്യസ്തമാണ്. അപ്പൊ നിങ്ങൾ ആ വെബ്സൈറ്റിൽ ചെന്നിട്ട് അതത് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൂടൽമാണിക്യം ദേവസ്വത്തിലേക്കും LD ക്ലർക്കിന്റെയും കീഴ്ശാന്തിയുടെയും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. നമുക്ക് ആദ്യമായിട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക് പരീക്ഷയുടെ എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. അതിന് മുന്നേ പറയട്ടെ, ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും സ്ട്രോങ് റൂം അറ്റൻഡന്റിന് വേണ്ടിയിട്ടും പ്യൂണിന് വേണ്ടിയിട്ടും ഒക്കെ I+ന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ LD ക്ലർക്കിന്റെ ദേവസ്വം ബോർഡ് LD ക്ലർക്കിന്റെ വിജ്ഞാപനം എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 039/2025 ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഹിന്ദു ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. www.kdrb.kerala.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റിന്റെ അഡ്രസ്സ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്നുള്ളതാണ് തസ്തികയുടെ പേര്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 26,500 മുതൽ 60,700 വരെയാണ് ബേസിക് ആയിട്ടുള്ള സാലറി സ്കെയിൽ. വിദ്യാഭ്യാസ യോഗ്യത ശ്രദ്ധിക്കുക. +2 അല്ലെങ്കിൽ തത്തുല്യം, അതായത് +2 കഴിഞ്ഞ ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡിഗ്രി വേണ്ട, +2 മതി. അത് കൂടാതെ ഈ പുതിയ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള യോഗ്യതയാണ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇപ്പൊ LD ക്ലർക്ക് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു യോഗ്യത വന്നിട്ടുള്ളത്. +2 അല്ലെങ്കിൽ തത്തുല്യം, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് ലിസ്റ്റിലൊക്കെ വന്ന ശേഷം ഇത് ഹാജരാക്കേണ്ടതായിട്ട് വരും. ഒഴിവുകൾ ശ്രദ്ധിക്കുക. 113 ഒഴിവുകളുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു വേക്കൻസി തന്നെ ഉള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 113 ഒഴിവുകളുണ്ട്. അപ്പൊ ഈ ഒരു ചാൻസ്, യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. 36 വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 വയസ്സാണ്. പിന്നാക്ക വിഭാഗങ്ങൾക്കും SC ST വിഭാഗങ്ങൾക്കും ഒക്കെ വയസ്സിളവ്, ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണെന്നും ഇതിൽ പറയുന്നുണ്ട്. പരീക്ഷാ ഫീസ് ഉണ്ട്, 500 രൂപയാണ്. SC ആണെങ്കിലും ST ആണെങ്കിലും 250, OBC EWS ഒക്കെ 500 തന്നെയാണ്. ദെൻ EWSന് എന്തൊക്കെയാണ്? EWS റിസർവേഷൻ 10% ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ നോട്ടിഫിക്കേഷൻ വായിച്ച ശേഷം മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക. ആ റിസർവേഷൻ ക്ലെയിം ചെയ്യുക. എത്രയൊക്കെയാണ് കുടുംബത്തിന്റെ സ്വത്ത്, ആദായ നികുതിയുടെ വിവരങ്ങൾ അത് ഉണ്ടാവാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ LD ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്. 30-ാം തീയതി വരെ, സെപ്റ്റംബർ 30 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുന്നേ, സെപ്റ്റംബർ 30-ന് മുന്നേ നിങ്ങൾക്ക് ഈ യോഗ്യതകളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതാണ് LD ക്ലർക്കുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതിന് പുറമെ പ്യൂണും അതുപോലെ തന്നെ ഓഫീസ് സ്ട്രോങ് റൂം അറ്റൻഡന്റ് എന്നുള്ള നോട്ടിഫിക്കേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനുമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ യോഗ്യതകൾ വ്യത്യസ്തമാണ്. ഇത് ഞാൻ പറയുന്നത് സ്ട്രോങ് റൂം ഗാർഡ്
ദേവസ്വം ബോർഡ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ 9 ഒഴിവുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. എന്താണ് അതിന്റെ 41/2025 വിദ്യാഭ്യാസ യോഗ്യത +2 തന്നെയാണ്. +2 വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കുറെ ഫിസിക്കൽ അളവുകൾ കൂടെ പറയുന്നുണ്ട്. ഉയരവും 165 സെന്റിമീറ്റർ എങ്കിലും ഹൈറ്റ് ഉണ്ടായിരിക്കണം, 50 കിലോ എങ്കിലും ഭാരം ഉണ്ടായിരിക്കണം, നെഞ്ചളവ് 81 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ്. കാഴ്ചശക്തി സ്റ്റാൻഡേർഡ് വിഷൻ ഉണ്ടായിരിക്കണം. സ്ത്രീകളും ഭിന്നശേഷിക്കാരും ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു പോസ്റ്റാണ് സ്ട്രോങ് റൂം ഗാർഡ് എന്നുള്ളത്. +2 കഴിഞ്ഞ ഈ ഉയരമുള്ള അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്ട്രോങ് റൂം ഇതിന് ചിലർ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകും. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി യോഗ്യത ഉണ്ടാവും, പക്ഷേ ആപ്ലിക്കേഷൻ നിങ്ങൾ അറിയാത്തത് കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കരുത് എന്നുള്ള കാര്യം കൊണ്ടാണ് ഈ ഒരു തസ്തികയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് പ്യൂണുമായി ബന്ധപ്പെട്ട്, ഇതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 14 ഒഴിവുകളാണ് അതിൽ ഉള്ളത്. അതിൽ പ്രധാനമായിട്ടും 40/2025 23,000 മുതൽ 50,000 വരെയുള്ള സാലറി സ്കെയിൽ ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യത ശ്രദ്ധിക്കുക, SSLC വിജയം. SSLC കഴിഞ്ഞ ആളുകൾക്ക് ഈ പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ SSLC പാസ് ആയിരിക്കണം. അതുകൂടാതെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം, സൈക്കിൾ ഓട്ടാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. വനിതകളെ ഭിന്നശേഷിക്കാരെയും ഈ യോഗ്യത വേണമെന്നതിൽ നിന്ന് ഒഴിവാണ്. അതായത് വനിതകളാണെങ്കിലും ഭിന്നശേഷിക്കാരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സൈക്ലിംഗ് അറിയണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. പുരുഷന്മാരാണെങ്കിൽ ഉറപ്പായിട്ടും സൈക്ലിംഗ് അറിയണം എന്നുള്ളതാണ്. നോളജ് ഇൻ സൈക്ലിംഗ് എന്നുള്ളത് അഭികാമ്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട LD ക്ലർക്ക്, പ്യൂണ്, അതുപോലെ തന്നെ സ്ട്രോങ് റൂം ഗാർഡ് ഇങ്ങനെയുള്ള തസ്തികകളുടെ കാര്യമാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് i+ ഇനി കൂടുതൽ വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട സിലബസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അപ്ലിക്കേഷൻ കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ i+ നിങ്ങൾക്കൊപ്പമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.